With PM Modi leading from the front, India's response to corona crisis has been exceptional. അതായത് മുന്നിൽ നിന്ന് നയിക്കുന്ന മോഡി ഉള്ളപ്പോൾ കൊറോണ വൈറസ് പ്രതിസന്ധിയോടുള്ള ഇന്ത്യയുടെ പ്രതികരണം അസാധാരണമായിരുന്നു. ഇത് 2020 ഏപ്രിൽ 16 ദേശീയ ദിനപത്രമായ ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ വന്ന ഒരു ദീർഘമായ ലേഖനത്തിൻ്റെ തലവാചകമാണ്. പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. വിത്ത് മോഡി ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്, മോഡി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ കൊറോണ വൈറസ് പ്രതിസന്ധിയോടുള്ള ഇന്ത്യയുടെ പ്രതികരണം അസാധാരണം, എക്സെപ്ഷണൽ എന്നാണ് ഈ ലേഖനത്തിൻ്റെ തലവാചകം. ഈ ലേഖനം എഴുതിയത് മറ്റാരുമല്ല, ശ്രീ എം എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മോഡിയും അതുപോലെ തന്നെ RSSൻ്റെ സമുന്നത നേതാക്കന്മാരുമാണ്. അദ്ദേഹം ഒരു മുസ്ലിമായിട്ടാണ് ജനിച്ചതെങ്കിലും ഹിന്ദുവായതിൽ അഭിമാനിക്കുന്നു. ഐ എം പ്രൗഡ് ടു ബി എ ഹിന്ദു എന്ന് പരസ്യമായി പറയുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം ഓർഗനൈസർ എന്ന് പറഞ്ഞ RSSൻ്റെ മുഖപത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മോഡിയോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീ എമ്മിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്? അതെന്താണെന്ന് ചോദിച്ചാൽ, BJPയെയും RSSനെയും ഒക്കെ കറതീർന്ന വർഗീയ പാർട്ടികളായി കാണുന്ന, BJPയെയും RSSനെയും ഫാസിസ്റ്റ് പാർട്ടികളായി പോലും കണക്കാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ആ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ ഈ RSSും BJPയുമായി ആത്മബന്ധം പുലർത്തുന്ന ഈ ആത്മീയ ആചാര്യൻ എന്ന് അവകാശപ്പെടുന്ന ശ്രീ എമ്മിന് തിരുവനന്തപുരത്ത് ആക്കുളത്ത് ഏതാണ്ട് 100 കോടിക്കടുത്ത് രൂപ വിലയുള്ള 4 ഏക്കർ സ്ഥലം 10 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ലേഖനം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഈ ലേഖനത്തിൽ ശ്രീ എം പറഞ്ഞിരിക്കുന്ന വാചകങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് ഒന്ന് നമ്മളൊന്ന് ഇപ്പോൾ ഈ പുതിയ പശ്ചാത്തലത്തിൽ ഈ എമ്മിന് ഈ ആക്കുളത്ത് 4 ഏക്കർ കൊടുക്കാനുള്ള ഈ ഉദാര മനസ്കത പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ലേഖനത്തിലെ ശ്രീ എം എന്ന് പറയുന്ന വ്യക്തി നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന, അതായത് CPMൻ്റെ ഏറ്റവും വലിയ ശത്രു, അതായത് ഇന്ത്യയിൽ ഫാസിസം നടപ്പിലാക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന തങ്ങളുടെ കൺകണ്ട ശത്രുവായ മോഡിയെക്കുറിച്ച് ശ്രീ എം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നൊരൽപ്പം വിശദമായി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. The collective fight against the deadly disease gives hope that we will come out of these hard times soon. അതായത് ഈ കൊറോണ വൈറസിനെതിരെയുള്ള നമ്മുടെ സംഘടിതമായ സമരം നമുക്ക് നൽകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ദുർഘടമായ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമെന്നാണ് ശ്രീ എം പറയുന്നത്. ബട്ട് വാട്ട് ഈസ് മോർ ഹാർട്ടനിങ് ഈസ് ഹൗ PM മോഡി ഹാസ് ലെഡ് ഫ്രം ദ ഫ്രണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഹൃദ്യമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്, പ്രധാനമന്ത്രി മോഡി മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളതാണ്. While the world looks towards India for drugs and other supplies, the Modi government has been effective and firm in dealing with the pandemic. അതായത് ലോകം ഇന്ത്യയിലേക്കും ഒക്കെ ഈ കോവിഡിനുള്ള മരുന്നിന് ഔഷധങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോൾ മോഡി ഗവൺമെൻറ് കോവിഡിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഫലപ്രദമായിരുന്നു. ഇനി അടുത്ത വാചകങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. മോഡി ഹാസ് ഷോൺ എക്സെപ്ഷണൽ സ്കിൽസ് ഇൻ ഡീലിംഗ് വിത്ത് ദ ക്രൈസിസ്. ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുമ്പോൾ മോഡി അസാധാരണമായ വൈഭവം, എക്സെപ്ഷണൽ സ്കിൽസ് എന്നാണ് പറഞ്ഞത്. ഹി ഹാസ് യൂസ്ഡ് സയൻറ്റിഫിക് ആൻഡ് മോഡേൺ മീൻസ് to deal with the 21st century crisis, yet he has connected with the masses and also the corona warriors by invoking India's great past and ancient arts like yoga and dhyan to boost their well-being. അതായത് 21ാം നൂറ്റാണ്ടിലെ ഈ പ്രതിസന്ധിയോട് പൊരുതുമ്പോൾ അദ്ദേഹം ശാസ്ത്രീയവും നവീനവുമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ജനങ്ങളുമായി കണക്ട് ചെയ്യുന്ന നിലയിൽ ഇന്ത്യയുടെ പഴയ കാലത്തെ യോഗാഭ്യാസം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം വാനോളം പുകഴ്ത്തുകയാണ് മോഡിയെ. അദ്ദേഹം പറയുന്നു, വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക് ഹി ഈസ് മോണിറ്ററിംഗ് ദ സിറ്റുവേഷൻ അക്രോസ് ദ കൺട്രി, ഇൻട്രാക്ടിംഗ് വിത്ത് ഹിസ് ടീം ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ്, ഹെൽത്ത് എക്സ്പേർട്സ്, ഗ്ലോബൽ ലീഡേഴ്സ് എമംഗ് അതർ തിങ്സ്. രാവും പകലും പ്രവർത്തിച്ചുകൊണ്ട്, അതാണ് വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക്, രാവും പകലും പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തെമ്പാടുമുള്ള സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുമായും മുഖ്യമന്ത്രികളുമായും നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ, ആഗോള നേതാക്കൾ ഇവരുൾപ്പെടെയൊക്കെ ഉള്ളവരുമായി അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ എന്തുമാത്രം പുകഴ്ത്തലുകൾ കൊണ്ടാണ് പ്രധാനമന്ത്രിയെ ഈ ശ്രീ എം എന്ന് പറയുന്ന ഇയാൾ മൂടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. He hasn't forgotten to connect with the masses, ensuring them that this too shall pass. ഈ ലോക നേതാക്കന്മാരുമായും മുഖ്യമന്ത്രിമാരുമായും ആരോഗ്യ വിദഗ്ധരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജനങ്ങളുമായി ബന്ധപ്പെടാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു എന്ന് മാത്രമല്ല, ഈ ദുർഘടമായ സാഹചര്യം കടന്നു പോകും എന്നും അദ്ദേഹം പറയുന്നു. വിത്തിൻ 48 hours ഓഫ് അനൗൺസിംഗ് ദ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 48 മണിക്കൂറുകൾക്ക് ശേഷം Modi government came up with a 1.7 lakh crore package to give succor to those who are most affected by the corona crisis. CM പറയുന്നത് ശ്രദ്ധിച്ചോണം നമ്മൾ. അതായത് CPM-ൻ്റെ സമുന്നത നേതാവായും പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിലെ CPM സർക്കാർ 10 വർഷക്കാലത്തേക്ക് ഏതാണ്ട് 4 ഏക്കർ സ്ഥലം കൊടുത്ത ആളാണ് ഈ മോഡിയെ പുകഴ്ത്തുന്നത്. നമ്മൾ ഓർത്തുകൊള്ളണം. എന്താണ് ആ വ്യക്തി പറയുന്നത്? ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 48 മണിക്കൂറുകൾക്ക് ശേഷം കൊറോണയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ കൊറോണ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി മോഡി ഗവൺമെൻറ് 1.7 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജുമായി വന്നു. എക്കണോമിക് റിലീഫ് പാക്കേജ് പ്രൈമറി ഫോക്കസസ് ഓൺ മൈഗ്രൻ്റ് ലേബറേഴ്സ്, ഡെയിലി വേജേഴ്സ് ആൻഡ് അർബൻ ആൻഡ് റൂറൽ പുവർ. ഈ സാമ്പത്തിക പാക്കേജ് ആരെ കേന്ദ്രീകരിച്ചിട്ടാണ്? അന്യസംസ്ഥാന തൊഴിലാളികൾ, ദിവസക്കൂലിക്കാർ, നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ദരിദ്രർ, അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ചില വാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോണം. അദ്ദേഹം പറയുന്നു, മോഡി മോട്ടിവേറ്റ്സ് ദ പീപ്പിൾ ടു യൂട്ടിലൈസ് ദർ ടൈം ഇൻ മാസ്റ്ററിംഗ് യോഗ ആൻഡ് ധ്യാൻ വിച്ച് ഈസ് എ ഗിഫ്റ്റ് ടു അസ് ഫ്രം അവർ അൻസെസ്റ്റേഴ്സ്. നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമുക്കൊരു സമ്മാനമായി ലഭിച്ച യോഗവും ധ്യാനവും ഉപയോഗിക്കാൻ മോഡി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഖണ്ഡികകൾ അദ്ദേഹം പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു, മോഡി ഹാസ് എമർജ്ഡ് എ മാൻ എഹെഡ് ഓഫ് ഹിസ് ടൈംസ്. എന്നുവെച്ചാൽ മോഡിയെക്കുറിച്ചുള്ള അയാളുടെ ഈ എമ്മിൻ്റെ ആഴത്തിലുള്ള കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഇനിയുള്ള വാചകങ്ങളിലൂടെ. അതിൽ ആദ്യത്തെ വാചകം എന്താണ്? മോഡി ഹാസ് എമർജ്ഡ് എ മാൻ എഹെഡ് ഓഫ് ഹിസ് ടൈംസ്. തൻ്റെ കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായി മോഡി ഉയർന്നു വരുന്നു. ശ്രീ എം പറയുകയാണ്, ഓൾ ദ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് വിച്ച് ദ മോഡി ഗവൺമെൻറ് ഹാസ് ബീൻ മേക്കിംഗ് ഇൻ അവർ സിസ്റ്റം, അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ്, മൈക്രോ ലോൺസ്, ഗ്യാസ് സിലിണ്ടേഴ്സ് ടു ദ പുവർ എക്സെട്ര ഹാവ് ബിക്കം എ മേജർ ബൂൺ ഡ്യൂറിങ് ദ ക്രൈസിസ്. അതായത് നമ്മുടെ സംവിധാനത്തിൽ മോഡി ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന മൗലികമായിട്ടുള്ള മാറ്റങ്ങൾ, ഫണ്ടമെൻ്റൽ ചേഞ്ചസ്, അതെന്തൊക്കെയാണ്? ഡിജിറ്റൽ ആയിട്ടുള്ള പേയ്മെൻറ്റ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ്, അതായത് ജനങ്ങൾക്ക് നേരിട്ട് പണം എത്തിക്കുന്നത്, മൈക്രോ ലോണുകൾ, അതായത് ചെറിയ ചെറിയ വായ്പകൾ, ദരിദ്രർക്കായിട്ടുള്ള ഗ്യാസ് സിലിണ്ടറുകൾ, ഇതെല്ലാം പ്രതിസന്ധി സമയത്ത് വലിയ അനുഗ്രഹമായി മാറി ജനങ്ങൾക്ക്. അതാണ് മോഡിയെക്കുറിച്ചിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിശകലനം. എന്നിട്ട് പറയുന്നത് എന്താണ്? എന്നിട്ട് പറയുന്ന അടുത്ത വാചകം നമ്മൾ കേട്ടുകൊള്ളണം. അദ്ദേഹം പറയുകയാണ്, സ്വാമി വിവേകാനന്ദ സെഡ്. എന്നിട്ട് വിവേകാനന്ദ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അതെന്താണ്? ഈച്ച് വർക്ക് ഹാസ് ടു പാസ് ത്രൂ 3 സ്റ്റേജസ്: റിഡിക്യൂൾ, ഓപ്പോസിഷൻ ആൻഡ് ദെൻ അക്സെപ്റ്റൻസ്. ദോസ് ഹു തിങ്ക് അഹെഡ് ഓഫ് ദർ ടൈംസ് ആർ ഷുവർ ടു ബി മിസ്അണ്ടർസ്റ്റുഡ്.
അതാണ് വിവേകാനന്ദൻ പറഞ്ഞൊരു വാചകം. എന്താണ്? ഈച്ച് വർക്ക് ഹാസ് ടു പാസ് ത്രൂ ത്രീ സ്റ്റേജസ്. ഓരോ പ്രവർത്തനവും 3 ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് റിഡിക്യൂൾ, ഓപ്പോസിഷൻ ആൻഡ് ദെൻ അക്സെപ്റ്റൻസ്. അതായത് റിഡിക്യൂൾ എന്ന് പറഞ്ഞാൽ പരിഹാസം, ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എതിർപ്പ്, എന്നാൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അംഗീകാരം. അപ്പോൾ ആദ്യം പരിഹാസമുണ്ടാകും, പിന്നീട് എതിർപ്പുണ്ടാകും, പിന്നീട് അംഗീകാരമുണ്ടാകും. ദോസ് ഹു തിങ്ക് അഹെഡ് ഓഫ് ദെയർ ടൈംസ് ആർ ഷുവർ ടു ബി മിസ്അണ്ടർസ്റ്റുഡ്. തൻ്റെ കാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവർ തെറ്റിദ്ധരിക്കപ്പെടുക സ്വാഭാവികമാണ്. ഇതാണ് നരേന്ദ്രമോദിയെക്കുറിച്ചിട്ട് ശ്രീ എമ്മിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത ഒരു ഖണ്ഡികയുണ്ട്. ദ പാഷനേറ്റ് അപ്പീൽ by Modi to help the poor and needy has resulted in people coming out in large numbers and taking care of the poor by feeding them and providing them with all other necessary steps. ആലോചിച്ച് നോക്കണം, മോഡിയെക്കുറിച്ചിട്ടുള്ള അയാളുടെ കാഴ്ചപ്പാട് നോക്കിക്കോണം ശ്രീ എമ്മിൻ്റെ. ദ പാഷനേറ്റ് അപ്പീൽ ബൈ ദ മോഡി ടു ഹെൽപ്പ് ദ പൂർ ആൻഡ് നീഡി പീപ്പിൾ. അതായത് ദരിദ്ര ജനങ്ങളെ സഹായിക്കാനുള്ള മോഡിയുടെ വികാരാധീനമായ അഭ്യർത്ഥന, അതാണ് പാഷനേറ്റ് അപ്പീൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹാസ് റിസൾട്ടഡ് ഇൻ പീപ്പിൾ കമ്മിങ് ഔട്ട് ഇൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദ പൂർ ബൈ ഫീഡിങ് ദം ആൻഡ് പ്രൊവൈഡിങ് ദം വിത്ത് ഓൾ അതർ നെസസറി സ്റ്റെപ്സ്. ആലോചിച്ച് നോക്കൂ, ഇത്ര ആഴത്തിലുള്ള ഒരു വിശകലനമാണ് മോഡിയെക്കുറിച്ച് ഈ ശ്രീ എം നടത്തുന്നത്. അതായത് ദരിദ്രരെ സഹായിക്കണമെന്നുള്ള മോഡിയുടെ വികാരാധീനമായ അഭ്യർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ വലിയ എണ്ണം ജനങ്ങൾ പുറത്തേക്ക് വരികയും അവർ ദരിദ്രരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. ദേ ഹാവ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ജനറസ്ലി ടു ദ PM കെയേഴ്സ് ഫണ്ട്. അതായത് PM കെയേഴ്സ് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ടല്ലോ, അതിലേക്കത്തൊക്കെ അത് ഉദാരമായിട്ടുള്ള സംഭാവന ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? വളരെ പ്രധാനമാണ്. ഡെസ്പൈറ്റ് സം ഓപ്പോസിഷൻ പാർട്ടീസ് ആൻഡ് ഹാബിച്വൽ ക്രിറ്റിക്സ് ഷെയിംലെസ്ലി കാസ്റ്റിംഗ് അൺനെസസറി ആസ്പെർഷൻസ്. ആ അവസാനത്തെ വാചകം വളരെ നിർണായകമാണ്. അതായത് ജനങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന മോഡിയുടെ വികാരാധീനമായിട്ടുള്ള അഭ്യർത്ഥന കേട്ട് അവർ വലിയ തോതിൽ പുറത്തേക്ക് വരികയും അവർ ദരിദ്രരെ ഭക്ഷണം കൊടുക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ PM കെയേഴ്സ് എന്ന് പറഞ്ഞ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തു. എങ്ങനെ സംഭാവന ചെയ്തു? ഡെസ്പൈറ്റ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളും ഒപ്പോസിഷൻ പാർട്ടീസ് ആൻഡ് ഹാബിച്വൽ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് CPM ഒക്കെ വരും. ഹാബിച്വൽ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പതിവ് വിമർശകർ, അതാണ് ഹാബിച്വൽ ക്രിറ്റിക്സ്. ഹാബിച്വൽ ക്രിറ്റിക്സും പ്രതിപക്ഷവും when they were shamelessly casting unnecessary aspersions, അതാണ് ശ്രീ എം പറയുന്നത്. അതായത് പ്രതിപക്ഷവും പതിവ് വിമർശകരും നാണം കെട്ട രീതിയിൽ അനാവശ്യമായ അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും, അതാണ് ഒപ്പോസിഷൻ പാർട്ടീസ് ആൻഡ് ഹാബിച്വൽ ക്രിറ്റിക്സ് ഷെയിംലെസ്ലി കാസ്റ്റിംഗ് അൺനെസസറി ആസ്പെർഷൻസ്. അപ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മോഡി ഇതൊക്കെ ചെയ്യുമ്പം അനാവശ്യമായ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട്, അതാണ് അൺനെസസറി ആസ്പെർഷൻസ്. ആ അൺനെസസറി ആസ്പെർഷൻസ് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ട്, അതാണ് ഷെയിംലെസ്ലി എന്ന് പറയുന്നത്. അത് ചെയ്തത് ആരാണ്? ഓപ്പോസിഷൻസ് ആൻഡ് ഹാബിച്വൽ ക്രിറ്റിക്സ്, അതായത് പ്രതിപക്ഷവും പതിവ് വിമർശകരും. ഒന്നുകൂടി പറഞ്ഞാൽ പ്രതിപക്ഷവും പതിവ് വിമർശകരും നാണം കെട്ട രീതിയിൽ അനാവശ്യമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും, അപ്പോൾ ഈ നിലയിൽ പതിവ് വിമർശകർ നാണം കെട്ട രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്നതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മോഡി വന്ന് ജനങ്ങളെ സഹായിച്ചു എന്നാണ് ഈ എം പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എന്നിട്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് വി ഷാൽ ഓവർകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് നമ്മൾ ഇതിനെ മറികടക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മോഡിയെ മുക്തകണ്ഠം വാനോളം പുകഴ്ത്തുന്ന, ആഴത്തിലിറങ്ങി പരസ്യമായി പ്രധാനമന്ത്രി മോഡിയെ പുകഴ്ത്തുന്ന ശ്രീ എമ്മിനാണ് മോഡി ഏറ്റവും വലിയ വർഗശത്രുവായി കാണുന്ന CPMൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 100 കോടി രൂപയുടെ സ്വത്ത് തിരുവനന്തപുരത്ത് 10 വർഷക്കാലത്തേക്ക് നൽകി എന്നുള്ളത്. ഇത് CPMും BJPയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധവും സംശയലേശമന്യവുമുള്ള തെളിവല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്നാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്.